ഹായ് ഫ്രണ്ട്സ്, കയാക്കിങ്ങിനായി മാംഗ്രോവ് വണ്ടേഴ്സിലാണെന്നുള്ളത്. അപ്പോൾ വെള്ളത്തിലാണ് എൻ്റെ കളി. എൻ്റെ ഫ്രണ്ട് സാനു, അവൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് പാക്കേജുകളും എല്ലാം അവൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ നിൽക്കുന്ന നിഷ്കളങ്കയായ പെൺകുട്ടി ഞാൻ തന്നെയാണ്. നല്ല ചുവന്ന പടച്ചട്ട എടുത്ത് തന്നിട്ടുണ്ട്. ഹായ് ഹൈഡി ഹൈഡി അമ്മ കാവടി തുള്ളിയാണ് പോണത്. എന്താവോ എന്തോ. അപ്പം നമ്മൾ മാത്രമല്ല കേട്ടാ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളും ഉണ്ട് നമ്മുടെ കൂടെ കയാക്കിങ് ചെയ്യാൻ. ഇതാണ് അശ്വിൻ ബ്രോ, പുള്ളിയാണ് നമ്മുടെ ഗൈഡ്. മെയിനായിട്ട് അശ്വിൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോധവും വെളിവും ഇല്ലാതെ തുഴഞ്ഞ് വേറെ ടീമിൻ്റെ കൂടെ വേറെ ജില്ലയിലൊന്നും പോയി കയറരുതെന്ന്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. സനു ഓടി വന്ന് എൻ്റെ പടച്ചിട്ട് ഒന്നുകൂടി ടൈറ്റാക്കി തന്നു. അംഗത്തിനാണല്ലോ പോകുന്നത്. ആറ്റുകാലമ്മച്ചി കാത്തോണേ. അപ്പോൾ ഞാൻ തുഴഞ്ഞു തുടങ്ങിയാണ്. ഹൊയ് ഹോയ് ഹൊയ് ഹോയ് ഹൊയ് ഹോയ്. ആദ്യമൊന്നും ഞാൻ പെടൽ പിടിക്കുന്നതൊന്നും കറക്റ്റായിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ തുഴഞ്ഞു വന്നപ്പോൾ ഞാനതിലൊരു മാസമായി. ഞാൻ മാത്രമല്ല കേട്ടോ തുഴയാൻ. നമ്മൾ തുഴഞ്ഞു തുടങ്ങി കുറച്ചങ്ങ് ഉള്ളിലോട്ട് എത്തിയപ്പോഴാണ് ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻസ്, ഫോറിനേഴ്സ്, വേറെ കുറേ പിള്ളേർ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ തുഴയാൻ. അപ്പോൾ ഈ കാണുന്ന 2 നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ പറയുവാണ് നമ്മൾ പിക്ചർ എടുത്തപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് കേട്ടോ വവ്വാലിൻ്റെ കൂട്ടം. നമ്മളിങ്ങനെ തുഴഞ്ഞ് ഒരു കോർണറിൽ എത്തുമ്പോഴാണ് ഈ വവ്വാലിങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ആ വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന മാത്രമല്ല, ആ കോർണറിലോട്ട് എത്തുമ്പോഴുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അയ്യോ ഓസം, അടിപൊളിയാണ് ആ സൗണ്ട് കേൾക്കാൻ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുഴഞ്ഞ് ഞാൻ എൻ്റെ കുട്ടിക്കാട്ടിലോട്ട് ഇടയ്ക്കോട്ടൊക്കെ കയറി പോകുന്നുണ്ട് ഗൈസ്. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് വലിച്ച് വീണ്ടും മെയിൻ റോഡിൽ കൊണ്ടിടും. അപ്പം നമ്മൾ തുഴഞ്ഞൊരു ടണലിലോട്ട് കയറുവാണ്. ടണൽ കാണാൻ അടിപൊളിയാട്ടോ. 2 സൈഡിലും ഇങ്ങനെ കണ്ടൽ പോലത്തെ കാട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നല്ല രസമാണ് കാണാനൊക്കെ, നല്ല രസമാണ്. പക്ഷേ ഞാൻ ഒരു വട്ടം തുഴഞ്ഞ് എൻ്റെ ഇടയ്ക്കായിപ്പോയി. എൻ്റെ തലയൊക്കെ ഒരു കമ്പിനകത്ത് കുരുങ്ങിയിരുന്നു. പിന്നെ ബാക്കി വന്ന പയ്യന്മാരെന്നെ വലിച്ചെടുത്ത് വെളിയിലൊക്കെ ആക്കി. അതിൻ്റെ മുഖം ഇങ്ങനെ കിട്ടുന്നുണ്ട്, കുഴപ്പമുണ്ടോ? നല്ലോണം തന്നെ ഇരിക്കുന്നത്. മുഖത്തായില്ലല്ലോ, ഏയ് അറിയൂല. ടണലിൽ നിന്ന് പുറത്തെത്തി. അവിടെ ആഴം കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ കിടന്ന് കളിക്കുകയും കുളിക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവധി ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഈ കയാക്കിങ്ങും SUPയും ബോട്ടിങ്ങൊക്കെ ചെയ്ത് എല്ലാവരും എൻജോയ് ചെയ്യണം. അടിപൊളിയാണ്, സെറ്റായിരിക്കും. ആഴമില്ലാത്ത ഭാഗമായതുകൊണ്ട് സ്റ്റാൻഡപ്പ് പാഡിൽ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതിനകത്തും കൂടെ ഒന്ന് വലിഞ്ഞു പിടിച്ച് കയറാൻ ചെന്നപ്പോഴത്തേക്ക് അശ്വിൻ പറഞ്ഞു ആദ്യം മുട്ടുകുത്തി നമസ്കരിക്കാനാണെന്നോ എന്തായാലും മുട്ടുകുത്തി നിന്ന് ജസ്റ്റ് എണീച്ചപ്പോൾ ഞാൻ തലയും കുത്തി താഴെ വീഴേണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും നെക്സ്റ്റ് ടൈം ഒന്ന് SUP പാഡിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ പോകുന്നു. ബൈ.